എന്നിട്ടതാ എല്ലാവരും പുറത്തിറങ്ങുകയാണ്. നിന്റെ മയ്യത്തുമായി, പാപ്പാന്റെ മയ്യത്തുമായി, നമ്മുടെ മയ്യത്തുമായി പുറത്തിറങ്ങുമ്പോൾ ആ സമയത്തതാ മക്കളെ നോക്കിയിട്ട് മയ്യത്തതിന്റെ ആന്തരികമായ ഭാഷയിൽ പറയുന്നു. മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ആ മയ്യത്ത് പക്കൽ അങ്ങോട്ട് പോകുമ്പോ മയ്യത്തതിന്റെ ആന്തരികമായ ഭാഷയിൽ പറയുന്നു, എന്റെ മക്കളെ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക യാ ഉമ്മ, അസ്സലാമു അലൈക യാ ഉമ്മി, അസ്സലാമു അലൈക യാ അബീ. എന്റെ ബാപ്പാ നിങ്ങളോട് ഇതാ ഞാൻ സലാം പറയുന്നു, എന്റെ ഉമ്മ ഞാനിതാ സലാം പറയുന്നു. ഇന്നലെ വരെ നിങ്ങൾ കമ്മിഞ്ഞ പാല് തന്ന ഉമ്മയാണ് ഞാൻ മക്കളെ, ഞാനിനി തിരിച്ചു വരൂല മക്കളെ, ഞാനിതാ നിങ്ങളോട് സലാം പറയുകയാണ്. ഞാൻ ഇന്നലെ കിടന്ന വീട്, ഞാൻ ഇന്നലെ കിടന്ന ബെഡ്, ഞാൻ നടന്ന വഴിയേ നിന്നോടൊക്കെ സലാം സലാം, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുകയാണ്. വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയ ഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്റതി. മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയ, എന്റെ യഥാ കട്ടിലിന്റെ അപ്പുറത്ത് ഒരുപാട് ബഹുമാനികളായ ആളുകൾ നിന്നുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. ആ കരയുന്ന മനുഷ്യന്മാരോ ഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്റതി, ആ കരയുന്ന കൂട്ടത്തിൽ എന്റെ ഉമ്മയുണ്ട്, എന്റെ കുടുംബക്കാര് സഹോദരന്മാരുണ്ട്. പക്ഷേ യുനാദൂന ഖൽഫൻ നാശി മൻ ലാ യുജീബുഹും വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൽ ഇജാബതി. അവരതാ കട്ടിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ആരെയാണ് അവൾ വിളിക്കുന്ന? ഉപ്പാ, നിങ്ങൾ പോവുകയാണ് ഉപ്പാ എന്ന് ചോദിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലേക്ക് കൂട്ടുകുടുംബങ്ങൾ ആർത്തട്ടഹസിക്കുകയാണ്. ആരെയാണ് അവര് വിളിക്കുന്നതെന്നറിയുമോ? മല്ലാ യുജീബുഹും, അവർക്ക് മറുപടി പറയാൻ കഴിയാത്തവരാളെയാണ് വിളിക്കുന്നത്. അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. എന്നിട്ടതാ അവരങ്ങോട്ട് കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെക്കുകയാണ്. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് എല്ലാവരും അവസാനമായി മയ്യത്ത് നിസ്കരിക്കുന്നു. പടച്ച റബ്ബേ, ഇത് ഇത്രയും കാലം ഞങ്ങളോട് കൂടെ ആനന്ദത്തോട് കൂടെ ജീവിച്ചവനാണ്, സന്തോഷത്തോട് കൂടെ ജീവിച്ചവനാണ്, ഇവനക്ക് നീ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മയ്യത്ത് നിസ്കരിച്ച് അവസാനം പള്ളിക്കാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്നലെ വരെ കിടന്ന ടെർസിന്റെ വീട്ടിലേക്കല്ല, ഇന്നലെ വരെ കിടന്ന പട്ടുമെത്തയിലേക്കല്ല, പിന്നെയോ പള്ളിക്കാട്ടിൽ ആരാരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അങ്ങനെ കൊണ്ടുപോയി അവിടേതാ അവനിക്കൊരു കുഴി കുഴിച്ച് വെച്ചിരിക്കുന്നു. ഖബറാണോടോ. ആ ഖബറിന്റെ അരികിൽ കൊണ്ടുപോയി നാട്ടുകാരും കൂട്ടുകാരും മുഴുവനും കണ്ടു നിൽക്കേ അവന്റെ ശരീരമെടുത്തുകൊണ്ട് ആ മണ്ണറയിലേക്ക്, കല്ലറയിലേക്ക് ഇറക്കുകയാണ്. ആ കല്ലറയിലേക്ക് അങ്ങോട്ട് വെച്ചാൽ ദുന്യാവിന്റെ സുഖം കഴിഞ്ഞു, സന്തോഷം കഴിഞ്ഞു, ആനന്ദം അവന്റെ അവസാനിച്ചു. അങ്ങനെ മയ്യത്തിനെ കബറിലേക്ക് വെച്ച് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവന്റെ കഫംപുട, കവിളിൽ ഇസ്ലാം പറയുന്നു, കവിളിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവന്റെ കഫംപുട താഴ്ത്തിക്കൊള്ളണം കേട്ടോ. എന്നിട്ടോ കവിളിനെ മണ്ണിനോട് ചേർത്തി വെക്കണം മനുഷ്യ. അന്തസ്സോട് കൂടെ ഇന്നലെ പൗഡർ ഇട്ട് കൊണ്ട് ചെത്തിപ്പൊളിച്ച മനുഷ്യ, ഇസ്ലാം പറയുന്നു നിന്റെ കവിളാണോടോ ആദ്യമായി പുഴുക്കൾ തിന്നുന്നത്. നിന്റെ കവിള് മണ്ണിനോട് ചേർത്ത് വെച്ചിട്ട് നിന്റെ ശരീരത്തിന്റെ കബറിന്റെ മുകളിൽ മൂടുകല്ല് നിരത്തുകയാണ്. മൂടുകല്ല് നിരത്തിയതോടെ നിന്റെ കൺമുമ്പിൽ നിന്നും നീ മറഞ്ഞു. മക്കൾക്കിരി കാണാൻ കഴിയാത്ത ലോകത്തേക്ക്, സഹോദരന്മാർക്കിരി കാണാൻ കഴിയാത്ത ലോകത്തേക്ക് നീ മറഞ്ഞു. അവസാനം അതിലേക്ക് അതാ അതിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന നിന്റെ കൂട്ടുകുടുംബങ്ങൾ ഒന്നടങ്കം മണ്ണ് വാരിയിട്ടതിലേക്ക് വലിച്ചെറിയുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. അല്ലാഹു മനുഷ്യ നിന്നെ ഇതിൽ നിന്നാണ് സൃഷ്ടിച്ചത്, നിന്നെ ഇതിലേക്ക് മടക്കപ്പെട്ടു, ഇനിയും നിന്നെ ഇതിൽ നിന്ന് ആഖിറത്തിൽ പുനരുദ്ധരിക്കുമടോ എന്ന് പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണങ്ങോട്ട് വാരിയിട്ട് എല്ലാവരും തിരിച്ചു പോന്നാൽ
പിന്നെ ഖബറിലാണ് സുഹൃത്തെ പാവങ്ങളായ നമ്മൾ കഴിയുന്നത്. ആരാരും രക്ഷയ്ക്കില്ലാത്ത ഇരുട്ട് റൂമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നമ്മളെ ശരീരത്തിലേക്ക് റൂഹിനെ മടക്കി തരികയാണ്. ആ മടക്കി തരുന്ന സമയത്തതാ നമ്മൾ നോക്കുന്നു, റബ്ബേ ഞാനിപ്പോ എവിടെയാണ്? എന്റെ മുകളിൽ കല്ലാണ്, രണ്ട് ഭാഗത്ത് മതിലാണ്, ആരാണ് എന്നെ രക്ഷിക്കാനുള്ളത് എന്ന വിഷമത്തോട് കൂടെ നമ്മൾ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ അപ്പുറത്തേക്ക് ചെരിയാൻ കഴിയുന്നില്ല, ഇപ്പുറത്തേക്ക് മറിയാൻ കഴിയുന്നില്ല, മുകളിൽ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ ഖബറിൽ കഴിയുമ്പോൾ അതാ നമ്മളെ മുമ്പിലേക്ക് മലക്കാനി അസ്വ ദാനി അസ്റകാനി ഷഹ്റഹുമാ യസ്ഹബഹുർ റിജ്ലാനി. രണ്ട് മലക്കുകൾ, ഭീകരന്മാരാകുന്ന രണ്ട് മലക്കുകളാണ്. അവരെ കണ്ണിലൂടെ തീജ്വാല ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുടിയങ്ങോട്ട് താഴെ വരെ നീണ്ടു കിടക്കുകയാണ്. കണ്ടാൽ പേടിച്ചു പോകുന്ന ഭീകരന്മാരായ രണ്ട് മലക്കുകൾ മുങ്കർ നക്കീർ അലൈഹിമസ്സലാം ഖബറിലേക്ക് വന്നിട്ട് നമ്മളോട് മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക തുടങ്ങുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നല്ലവരാണ്, അള്ളാനെ പേടിച്ച ആളുകളാണെങ്കിൽ അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാമു ദീനി തുടങ്ങുന്ന നല്ല നല്ല മറുപടികൾ പറയുമ്പോൾ അവർക്കതാ അല്ലാഹു മലക്കുകൾ പറയുന്ന, മനുഷ്യ എങ്കിൽ നീ സന്തോഷിക്കുക. എന്നിട്ടതാ അവനിക്ക് സ്വർഗത്തിൽ നിന്ന് അവന്റെ ഖബറിലേക്ക് ഒരു കവാടം തുറന്നു വെച്ച് കൊടുത്തിരിക്കുന്നു. സ്വർഗത്തിലുള്ള സന്തോഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവൻ ഖബറിൽ ആനന്ദത്തോടു കൂടെ കഴിയുകയാണ്. അല്ല നേരെ മറിച്ചവനാണോ? അള്ളാഹു പറഞ്ഞത് അംഗീകരിക്കാതെ കുത്തഴിഞ്ഞ് ജീവിച്ചവൻ ആണോ? അവൻ പറയുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് എന്നങ്ങോട്ട് പറയുന്ന സമയത്ത് അതാ ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുമ്പോ മുങ്കർ എന്ന് പറയുന്ന മലക്ക് തന്റെ കയ്യിലുള്ള ദൊണ്ട് കൊണ്ടൊരു ഇടിയങ്ങോട്ടടിക്കുന്നു. ആ ഇടിയേറ്റ് കൊണ്ട് താഴേക്ക് താഴ്ന്നു പോവുകയാണ്. വീണ്ടും പൊങ്ങി വരികയാണ്. നക്കീർ എന്ന് പറയുന്ന മലക്കടിക്കുകയാണ്. ആ അടിയും ഏറ്റുകൊണ്ട് താഴ്ന്നു പോവുകയാണ്. വീണ്ടും പൊങ്ങി വരികയാണ്. പിന്നെ അവനിക്ക് ദണ്ട് കൊണ്ടടിയില്ല. നരകത്തിൽ നിന്നുകൊണ്ടൊരു കവാടം തുറന്നു വെച്ച് കൊടുക്കുകയാണ്. ആ നരകത്തിന്റെ ഭീകരമായ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടാണ് അവൻ പിന്നെ കഴിയുന്നത്. നല്ലവൻ ആണോ? ആ നല്ലവൻ ഭൂമി അതാ സ്വന്തം മക്കളെ അതല്ലെങ്കിൽ കുടുംബക്കാരെ ആളെ പിടിക്കും പോലെ സന്തോഷത്തോട് കൂടെ ആ ഖബർ അവനെ ഇടുക്കുകയാണ്. അല്ല നല്ലവൻ നല്ല ചീത്തയുള്ള മനുഷ്യനാണോ? ആ ചീത്തയുള്ള മനുഷ്യനാണെങ്കിൽ അവനെ യഥാവന്റെ രണ്ട് വാരിയെല്ലുകൾ കോർക്കും വിധം അസഹ്യമായ വേദനയോടുകൂടെ ഖബർ അവന്റെ ശരീരത്തിനെ അണച്ചു പൂട്ടുകയാണ്. അവരവിടെ കിടന്നുകൊണ്ട് വിഷമിക്കുകയാണ്. ആരാരും രക്ഷയ്ക്കില്ലാത്ത ഖബറിൽ പിന്നെയാണ് അവൻ കാലാകാലവും കഴിയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഖബറിലെത്തി കുറെ കാലങ്ങൾ കഴിഞ്ഞു. ഖിയാമത്ത് നാൾ വന്നു. അവസാന നാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഹിസാബിനെടുക്കുന്ന ആഖിറ ലോകത്തേക്കുള്ള സംഭവക്കാണ് സുഹൃത്തുക്കളെ. നാളിതുവരെ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ വിചാരണക്കുള്ള രംഗമാണ്. നാളിതുവരെ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന്റെ പോക്കാണ്. അഥവാ ഏത് പോക്കാണെന്ന് നിങ്ങൾക്കറിയുമോ? മനുഷ്യന്മാർ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് വിചാരണ ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്ന ലോകത്തേക്ക് വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എന്താണ് വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പറയുന്നത്? മനുഷ്യന്മാര് ഖബറിലെത്തി. നാം ഖബറിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവസാന നാൾ വന്നു. അതിന് ശേഷം മനുഷ്യന്മാർ നാളിതുവരെ ദുഞ്ഞാവിൽ വെച്ചുകൊണ്ട് ചെയ്ത സകലമാന പ്രവർത്തനങ്ങളുടെയും വിചാരണ നടക്കുകയാണ്. ആ വിചാരണയ്ക്ക് വേണ്ടിയുള്ള ശാശ്വതമായി ജീവിക്കാനുള്ള ഒരു ലോകത്തേക്കുള്ള പ്രയാണമാണ് പിന്നീട് നടക്കുന്നത്. അങ്ങോട്ട് പോകുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. രണ്ടാമതും സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ അവരവരുടെ ശവകുടീരങ്ങളിൽ നിന്നുകൊണ്ട് എഴുന്നേൽക്കും. എന്നിട്ട് റബ്ബിന്റെ അരികിലേക്ക് കുതിച്ചു പായും എന്നാണ്
കുതിച്ചു പാഴുമ്പോഴോ ഖാലു അവർ പറയും യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കേടേ, ഞങ്ങളുടെ വിഷമമേ, ആരാണ് ഞങ്ങളെ ഇങ്ങോട്ട് യാത്രയാക്കിയത്? ആരാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇത് മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാര് പറഞ്ഞ യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരതാ മഹ്ശറാ ലോകത്തേക്ക് കുതിച്ചു പായുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? വസ്ത്രം ധരിക്കാത്തവരായിട്ട്, ചെരുപ്പിടാത്തവരായിട്ട്, മാർഗം കഴിക്കാത്തവരായിട്ട് ആ മഹ്ശറാ ലോകത്ത് മനുഷ്യന്മാര് കുതിച്ചു പായുകയാണ്. ഒരു സമയത്ത് ബീബി ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂലതാ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, ആഖിറ ലോകത്ത് നമ്മൾ വരുന്ന അവസ്ഥ എങ്ങനെയാണെന്നറിയോ? കണ്ടാൽ അവർ ഔറത്ത് കാണിച്ചവരായിട്ട്, മാറ് മറക്കാത്തവരായിട്ട്, വസ്ത്രം ധരിക്കാത്തവരായിട്ട്, ചെരുപ്പിടാത്തവരായി, മാർക്കം കഴിക്കാത്തവരായിട്ടാണ് ആഖിറ ലോകത്ത് മനുഷ്യന്മാര് വരുന്നത് ബീവി ആയിഷ എന്ന പ്രിയ പത്നിയോട് റസൂല് പറഞ്ഞപ്പോ ആയിഷ ബീവി പറയുന്നു, നബിയേ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിലും ഇന്ന് വരെ എന്റെ ഔറത്ത് കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ ഔറത്ത് കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നിരിക്കെ ഞാൻ അവിടെ വസ്ത്രമില്ലാതെ ആഖിറത്തിൽ വന്നാൽ എന്റെ ഔറത്ത് അന്യ പുരുഷന്മാരെ കാണില്ല നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, അത് നീ കരുതിയതുപോലെ ഔറത്തിലേക്ക് നോക്കുന്ന സമയമല്ല. ഒരു ചാട് മുകളിലാണ് സൂര്യൻ, വേർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ചിലരുടെ അയർക്ക് വിയർപ്പാട്. എവിടെയാണ് ഞങ്ങൾക്ക് രക്ഷ, എവിടെയാണ് രക്ഷ എന്ന് പറഞ്ഞ് നെട്ടോട്ടമോടുന്ന സമയം ഒരാളും മറ്റൊരാളെ ഔറത്തിലേക്ക് നോക്കില്ല, ഒരാളും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കില്ല. ആ സമയമാണ് ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂല് ഷഫീയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എങ്കിൽ എന്റെ സുഹൃത്തുക്കളെ, ആ മനുഷ്യനിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹ്ശറയിലേക്ക് വന്ന് അവിടെ നമ്മൾ നെട്ടോട്ടമോടുന്നു. മഹ്ശറയിലുള്ള പല സംഭവ വികാസങ്ങളുണ്ടെങ്കിലും ഞാൻ ചുരുക്കുകയാണ്. ആ ആഖിറത്ത് മനുഷ്യന്മാര് നെട്ടോട്ടമോടുകയാണ്. ആ സമയത്താണ് നമ്മൾ പടച്ച റബ്ബേ ഒരു തുള്ളി ദാഹജലം കിട്ടുന്നില്ല, ഒരാളും സഹായിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി നേരെ നമ്മളെ സകലമാന അമ്പിയാക്കന്മാർ അരികിലേക്ക് ഓടുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിനോട്, ഉപ്പ, വലിയ വിഷമത്തിലാണ് ഞങ്ങൾ, എന്റെ ഉപ്പ, ഞങ്ങളെ വന്ന് സഹായിക്കണം ഉപ്പ എന്ന് ഉപ്പയോട് പറയുമ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മക്കളെ, എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ സാധ്യമല്ല, ഞാൻ തന്നെ വിഷമത്തിലാണ്, നഫ്സി നഫ്സി നഫ്സിയാ. ആ സമയത്ത് നമ്മളെല്ലാ അമ്പിയാക്കന്മാരെ അരികിലേക്കും ചെന്ന് അവസാനമതാ ദുഞ്ഞാവിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വിട പറയുന്ന സമയത്ത് നമ്മുടെ കാര്യം പറഞ്ഞ ലോകത്തിന്റെ നേതാവ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ ചെന്നുകൊണ്ട് പറയുന്നു, റസൂലേ, ഞങ്ങളൊന്ന് ഹിസാബിന് എടുക്കണം നബിയേ, ഈ ഭീകരമായ അന്തരീക്ഷം സഹിക്കാൻ കഴിയുന്നില്ല റസൂലേ. ആ സമയത്തതാ അല്ലാഹുവിന്റെ റസൂല് അർശിന്റെ താഴ്ഭാഗത്ത് പോയി സുജൂദിലായി വീഴുകയാണ്. ആ സമയത്ത് സുജൂദിലായി കിടക്കുന്ന പ്രവാചകനെ കണ്ടല്ല പറയുന്നു, സൽ തുഅത സൽ തുഅത യാ റസൂലല്ലാഹ്, എഴുന്നേൽക്കു നബിയേ, ഇത് സുജൂദിന്റെ സ്ഥലമല്ല, സുജൂദിന്റെ സ്ഥലമല്ല, എന്താണ് വേണ്ടതെന്ന് ചോദിക്കു നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അതാ പറയുന്നു, റബ്ബേ, പാവങ്ങളായ മനുഷ്യന്മാര് കഷ്ടപ്പെടുകയാണ്, ഇവരെ ഹിസാബിനെടുക്കു റബ്ബേ. അങ്ങനെ യഥാ ഹിസാബിനെടുക്കുകയാണ്, രണ്ടുപേരെ ഹിസാബിനെടുക്കുകയാണ്, ജനങ്ങളെ എല്ലാവരെയും ഹിസാബിനെടുത്തിട്ട് അവിടെ വെച്ചുകൊണ്ട് മനുഷ്യന്മാരെ വിചാരണയാണ്. വിചാരണയുടെ കോലം എങ്ങനെയാ വിചാരണ ചെയ്യുന്നത്? എല്ലാവരെയും കൂടി നിർത്തിയിട്ടാണ് അല്ലാഹുവിന്റെ ചോദ്യം. എന്താണ്? നീ നിസ്കരിച്ചോ? നീ നോമ്പനുഷ്ഠിച്ചോ? നീ ഞാൻ പറഞ്ഞത് കേട്ടോ? ഞാൻ ചെയ്ത കാര്യം, ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്തോ? തുടങ്ങുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മനുഷ്യന്മാർ ചിലർ പറയുന്നു, റബ്ബേ, ഞാൻ ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ഒന്നുമല്ല നാഥാ, എനിക്ക് പലവിധേന ദുഞ്ഞാവിന്റെ ഷോയിലുകളിലായി ഞാൻ പെട്ടുപോയി തമ്പുരാനെ, പലവിധേന ഞാൻ നേതാവായിരുന്നു, പലവിധേന പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്കതിന് സഹിക്കാൻ കഴിയാൻ കഴിഞ്ഞില്ല. ചിലർ പറയുന്നു, എനിക്ക് രോഗമായത് കൊണ്ട് ചെയ്യാൻ കഴിയില്ല.
ചിലർ പറയുന്നു മറ്റു പല കാരണങ്ങളും പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം പറയുന്ന സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നുകൊണ്ട് പറയുന്നു, കണ്ടോ ഇതാണ് ശരീരത്തിൽ മുഴുവനും ഭീകരമായ രോഗം കണ്ട് കിടന്ന് വിഷമിച്ചിട്ട് പോലും ഒരു നിമിഷം എന്നെ മറക്കാത്ത അയ്യൂബ് അലൈഹിസ്സലാമാണിത് എന്നവരോട് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയാണ്. അതേ പ്രകാരം ദുന്യാവിന്റെ ശുഅല പറഞ്ഞുകൊണ്ട് നേതാക്കന്മാര്, മന്ത്രിമാര്, വാർഡ് മെമ്പർമാരൊക്കെ കഴിച്ചിലാകാൻ ശ്രമിക്കുമ്പോൾ അല്ലാഹു അതാ അവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നു, കണ്ടേ ഇത് സുലൈമാൻ നബിയാണ്. ആ ദുന്യാവ് മുഴുവനും അടക്കി ഭരിച്ച രാജാവായിരുന്ന സുലൈമാൻ, പക്ഷേ കാറ്റ് പോലും ഭരിക്കാനുള്ള അവകാശം നൽകിയിട്ട് ഒരു നിമിഷം പോലും എന്നെ മറന്നിട്ടില്ല. അങ്ങനെയതാ വിഷമിച്ച് ബുദ്ധിമുട്ടി എല്ലാവരെയും ഞാൻ ചുരുക്കുന്നു. നല്ലവരെ ഒരു ഭാഗത്തേക്കും ചീത്ത പേരെ മറ്റൊരു ഭാഗത്തേക്കുമാക്കിയിട്ട് നല്ല ആളുകളെ അതാ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ചീത്ത ആളുകളുണ്ടല്ലോ, നിസ്കരിക്കാത്ത, ഹറാമിയത്തിന് പോയ കള്ളുകുടിയന്മാര്, വേണ്ടാത്തരം ചെയ്തവര്, വേശ്യാവൃത്തിക്ക് പോയ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്തവര്, എല്ലാവരെയും കൂടി അള്ളാഹു ഒരു ഭാഗത്തേക്ക് നിർത്തിക്കൊണ്ട് അവരോട് അള്ളാഹു ഒരു പ്രസംഗം നടത്തുകയാണ്. എന്താ പ്രസംഗം എന്നറിയോ? അലം അൽഹദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഓ മനുഷ്യന്മാരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നിങ്ങളോട് ഞാൻ വ്യക്തമാക്കി തന്നിരുന്നില്ലേ? എന്താ നിങ്ങൾ പിശാചിന് ഇബാദത്തെടുക്കണ്ട, പിശാച് നിങ്ങളെ ശത്രുവാണ്, ഇബ്ലീസ് നിങ്ങളെ ശത്രുവാണ്, ഇബ്ലീസ് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തേ നിങ്ങൾ അംഗീകരിക്കാഞ്ഞത്? വഅനിഅ്ബുദൂനി ഹദാ സിറാത്തും മുസ്തഖീം. നിങ്ങൾ എനിക്ക് ഇബാദത്തെടുത്തോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചോ, അതാണ് നിങ്ങൾക്ക് ഖൈർ, അതാണ് രക്ഷ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അനുസരിച്ചില്ല എന്ന് അല്ലാഹു അതാ നരകത്തിന്റെ അവകാശികളോട് പ്രസംഗിക്കുകയാണ്. എന്താണ് ഇങ്ങനെ അല്ലാഹു പറയാനുള്ള കാരണമെന്നറിയോ? ദുന്യാവിൽ ഒരു മനുഷ്യനെ നല്ലതില്ലെന്ന് വ്യതിചലിപ്പിക്കുന്നത്, അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നതിനെ തൊട്ട് വ്യതിചലിപ്പിക്കുന്നത് അവന്റെ മനസ്സിൽ ഇബ്ലീസ് കുടിയേറുന്നത് കൊണ്ടാണ്. ഇബ്ലീസുമായി മല്ലിട്ട് ധർമ്മസമരം നടത്തിയിട്ട് അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് വരാതെ നീ അംഗീകരിച്ച് പോയില്ലടാ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അങ്ങനെയതാ പടച്ച റബ്ബ് ഒരു പറ്റം ആളുകളെ സ്വർഗത്തിലേക്ക്, മറ്റൊരു പറ്റം ആളുകളെ നരകത്തിലേക്ക്, നരകത്തിന്റെ ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അതിന്റെ ഇടയ്ക്ക് സിറാത്ത് പാലം, ഇങ്ങനെ പലതുമുണ്ടെങ്കിലും ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കുകയാണ്. അവസാനം മനുഷ്യന്മാര് നേരെ പോവുകയാണ് എങ്ങോട്ട്? ഒരു പറ്റം ആളുകൾ സ്വർഗത്തിലേക്ക്, മറ്റൊരു പറ്റം ആളുകൾ നരകത്തിലേക്കാണ്. സ്വർഗത്തിലേക്ക് പോയ മനുഷ്യന്മാർക്ക് സന്തോഷവാന്മാരായ ജീവിതമാണ്. നരകത്തിലേക്ക് പോയ മനുഷ്യരോ സുബ്ഹാനല്ലാഹ് വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. മഹാന്മാര് രേഖപ്പെടുത്തുന്നു, അവര് തുള്ളി വെള്ളത്തിന് വേണ്ടി കടന്ന് പെടപെടഞ്ഞൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി പൊട്ടിക്കരയുമ്പോ ആകാശത്തതാ നല്ല ഒരു മേഘം വരികയാണ്. അവര് തോന്നും, അല്ലോ ദാഹം ശമിപ്പിക്കാൻ പര്യാപ്തമായ ശുദ്ധജലം ഇപ്പൊ വരും എന്ന് കരുതിയിട്ട് ആ നരകാവകാശികൾ ആനന്ദത്തോടു കൂടെ കാത്തിരിക്കുമ്പോൾ അതാ വാനിൽ നിന്നുകൊണ്ട് മഴ വർഷിക്കുന്നു. പക്ഷേ വെള്ളമല്ല, പാമ്പുകളുടെ കൂട്ടമാണ്. ആ പാമ്പിന്റെ കടിയേറ്റുകൊണ്ട് വീണ്ടും കിടന്ന് പിടപിടക്കുകയാണ്. വീണ്ടും പറയുന്നു, റബ്ബേ അല്പം വെള്ളം കൊണ്ടുതാ എന്നവര് നരകത്തിൽ കിടന്ന് പിടക്കുമ്പോ ദുആ ചെയ്യുമ്പോ വീണ്ടും മേഘം വരുന്നു. അവരിപ്പോ വരും വെള്ളമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ വെള്ളമല്ല, ഭീകരരാകുന്ന തേളുകളുടെ കൂട്ടമാണ്. ആ തേളുകളുടെ കൂട്ടം കണ്ടുകൊണ്ട് വിഷമിച്ച് കുത്തേറ്റുകൊണ്ട് പിടപിടക്കുകയാണ്. മാത്രമല്ല ചൂടിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യന്റെ പതപ്പിങ്ങനെ കരിഞ്ഞ് പിന്തുവാരത്തിലൂടെ ഒഴുകുകയാണ്. ഒരു തുള്ളി വെള്ളം തരണേ, ഒരു തുള്ളി വെള്ളം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നരകത്തിൽ
കടന്നുകൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് കൂടിക്കിടക്കുന്ന തിളച്ചു പൊങ്ങുന്ന ചീഞ്ചലമുണ്ടല്ലോ, ആ ചീഞ്ചലം മുക്കിത്തരികയാണ്. അത് കുടിച്ച് മനുഷ്യന്റെ വയറ്റിലുള്ള എല്ലാ കൊടലുകളും അങ്ങോട്ട് ഉരുകി ഒലിക്കുകയാണ്. ഇങ്ങനെ കാലാകാലവും നരകത്തിൽ കഴിയുന്ന ഭീകരമായ നരകമാണ് എന്റെ സഹോദരാ. ഈ ഫാജിരീങ്ങളായ അള്ളാഹുവിനെ പേടിക്കാത്തവർക്ക് വരാൻ പോകുന്നത് നേരെ മറിച്ച് ദുന്യാവിൽ അള്ളാഹുവിനെ പേടിച്ച് ദുന്യാവിൽ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായാലും അതൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ച റബ്ബിനെ പേടിച്ച ആളുകളുണ്ടല്ലോ, ആ മനുഷ്യന്മാര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവര് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാലോ പിന്നീട് അവർക്ക് എല്ലാവിധ സന്തോഷങ്ങളും സുഖങ്ങളുമാണ്. പറക്കും ശരീരത്തിലുണ്ട്, കാറെടുക്കണ്ട, കളക്കണ്ട, പൂട്ടണ്ട, വെയില് കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീയുമേ അറിയണ്ട. എല്ലാവിധ സുഖങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ ഇന്ന സ്ഥലത്തെത്തണമെന്ന് കരുതിയാൽ അവൻ നടക്കാതെ പറക്കുന്ന എല്ലാവിധ സന്തോഷങ്ങളും ആനന്ദങ്ങളുമുണ്ട്. അവനിക്ക് സുഖിക്കാനും സന്തോഷിക്കാനും പര്യാപ്തമായ എല്ലാ സുഖങ്ങളുമാണ്. തേനൊഴുകുന്ന അരുവികൾ അവിടെയുണ്ട്, വെള്ളമൊഴുകുന്ന ശുദ്ധജലമൊഴുകുന്ന അരുവികൾ അവിടെയുണ്ട്, അതേ പ്രകാരം പാലൊഴുകുന്ന അരുവികൾ ഉണ്ട്. പഴം കായ്ക്കുന്ന മരങ്ങൾ ഏതും ഇഷ്ടം പോലെ ഭുജിക്കാം, കുടിക്കാം, ആനന്ദിക്കാം. ആ മനുഷ്യന്മാരെ ജീവിതത്തിലാണെന്ന് മനസ്സിലാക്കി ആ ഖബറിലതാ അവൻ, ആ മഹത്തായ സ്വർഗത്തിലതാ അവൻ സന്തോഷിക്കുകയാണ്. ആ സ്വർഗത്തിൽ അവൻ ആനന്ദിക്കുകയാണ്. ആഹ്ലാദത്തോടു കൂടെ കാലാകാലവും അവൻ കഴിയുകയാണ്. അതാണ് വളരെ വ്യക്തമായിക്കൊണ്ട് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടത്തേക്കാണ് ഈ മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നരകത്തിലേക്ക്, അതല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. അല്ലാഹു ദുനിയാവിലേക്ക് തന്നെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞതും അതാണ്, ഓ മനുഷ്യ, ഒരിക്കലും നരകത്തിന് നീ സമ്പാദിക്കരുത്, ശാശ്വതമായി സുഖിക്കാനുള്ള സ്വർഗത്തിന് നീ സമ്പാദിക്കുക. ദുന്യാവ് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കാനുള്ളതാണ്, നശിക്കാത്ത ലോകമാണ് സ്വർഗം. അവിടത്തേക്ക് രക്ഷപ്പെടാൻ, അതല്ലെങ്കിൽ മഹ്ശറ, അവിടെ രക്ഷപ്പെടാൻ നീ പരിശ്രമിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാനുള്ള കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്നേഹനിധികളായ രക്ഷിതാക്കളോട്, സഹോദര സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമുക്കൊക്കെ വരാനുള്ള അവസ്ഥകളെക്കുറിച്ചാണ് ഞാൻ ചുരുക്കി നിങ്ങളെ മുമ്പിൽ വിശദീകരിച്ചത്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി ദുന്യാവിന്റെ സുഖം എന്താണെങ്കിലും അതുകൊണ്ടൊന്നും അല്ലാഹുവിനെ മറക്കാതെ ആഖിറ ലോകത്ത് രക്ഷപ്പെടുന്നവരായി മാറാൻ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക. അതിനു വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നമ്മളെ മക്കള് മുതലൊക്കെ കണ്ട് അല്ലാഹനെ മറന്നാൽ നമ്മൾ ആഖിറ ലോകത്തെ ഏറ്റവും വലിയ പരാജിതരാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പ്രഖ്യാപിക്കുന്നത്, വ്യക്തമാക്കുന്നത്. അത് മനസ്സിലാക്കി ആഖിറം തൊലക്കുന്നവരായി മാറാതിരിക്കുക, ആഖിറ ലോകത്ത് രക്ഷപ്പെടുന്നവരായി മാറുക, സുവലോക സ്വർഗത്തിലെത്തുന്നവരായി മാറുക, മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്നവരായി മാറുക, അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടുന്നവരായി മാറുക, മഹാന്മാരോട് കൂടെ സ്വർഗത്തിൽ കടക്കുന്നവരാകാൻ ദുന്യാവിൽ വെച്ച് ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മെ ഇഹത്തിലും പരത്തിലും അല്ലാഹു വിജയിപ്പിക്കട്ടെ. നമുക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ പോലെയുള്ള വിഷമത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. സുവലോക സ്വർഗ്ഗം നമുക്ക് അല്ലാഹു ഓശാരമാക്കി നൽകട്ടെ. നരകത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.